ഒരു വിഭാഗം ആളുകൾ മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കലോത്സവത്തിനിടയിൽ SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് KSU പ്രവർത്തകർ വേദിയിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. കേരള പോലീസ് ഒരു വാക്ക് ഏരിയ കമ്മിറ്റിയുടെ പാട്ടിന്റെ സൗണ്ട് കുറയ്ക്കാനോ പാട്ട് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പേരടക്കം അവരുടെ പോസ്റ്റ് അടക്കം അവരുടെ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് നൽകാതെ ഞങ്ങൾ ഈ സമര പരിപാടിയിൽ നിന്നും പിന്നോട്ടില്ല. ഒരു സംഘാടന സമിതി മനഃപൂർവ്വം സ്കെച്ച് ഇട്ട് ഫോട്ടോ സഹിതം ചൂണ്ടി മർദ്ദിക്കുകയാണോ? നമ്മൾ ഫോട്ടോ സഹിതം കോളേജിൽ എന്ത് പ്രശ്നം നടന്നാലും പങ്കുണ്ട്. SFI KSU പ്രവർത്തകർ നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ മത്സരങ്ങളും തടസ്സപ്പെട്ടു. മത്സരങ്ങൾ തടസ്സപ്പെട്ടതിന് പിന്നാലെ പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രംഗത്തെത്തി. പോലീസും കൂടി സംഘർഷത്തിൽ ഇടപെട്ടതോടെ പോലീസിന് നേരെയായി വാക്കേറ്റവും ഉന്തും തള്ളും. തുടർന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയതായി പോലീസ് അറിയിച്ചു. സംഘർഷാവസ്ഥയ്ക്കിടയിലും മത്സരം തുടരുകയാണെന്ന് സംഘാടകർ അറിയിക്കുകയായിരുന്നു. വേദിക്ക് മുന്നിലിരുന്നുള്ള പ്രതിഷേധം തുടരുന്നതിനിടെയായിരുന്നു മത്സരം ആരംഭിച്ചത്. എന്നാൽ സെനറ്റ് ഹാളിൽ പ്രതിഷേധിച്ച മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തുവെന്നും മുഖം നോക്കാതെയാണ് നടപടിയെടുത്തതെന്നും കന്റോൺമെന്റ് ACP NR ജയരാജ് പറഞ്ഞു. KSUവിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുകയാണെന്നും കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നും ACP പറഞ്ഞു. ഒരു വിഭാഗം പ്രവർത്തകർക്ക് നേരെ മാത്രമാണ് നടപടിയെന്ന ആരോപണം ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.